ഹായ്, എല്ലാവർക്കും ട്രിക്ടൈൻ്റെ യൂട്യൂബ് വീക്ക്ലി കറണ്ട് അഫയർസ് സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ജൂൺ മുതൽ നമ്മൾ വീക്ക്ലി കറണ്ട് അഫയർസ് സെക്ഷനൊക്കെ ആരംഭിച്ചിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ആദ്യ ചോദ്യം ഇതാ: വന്യജീവി കുറ്റകൃത്യങ്ങൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ജുഡീഷ്യറി സംയോജിത ഡിജിറ്റൽ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുന്നു. വന്യജീവി കുറ്റകൃത്യങ്ങൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ ജുഡീഷ്യറി സംയോജിത ഡിജിറ്റൽ സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കേരളമാണ്. കേരളം ആദ്യമായിട്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് PSC ചോദിക്കും. അങ്ങനെ കേരള സംസ്ഥാനം ഒരു ജുഡീഷ്യറി സംയോജിത ഡിജിറ്റൽ സംവിധാനം എന്തിനു വേണ്ടി? വന്യജീവി കുറ്റകൃത്യങ്ങൾക്കായിട്ട് നമ്മൾ ആരംഭിച്ചു. അതിന് നൽകിയിരിക്കുന്ന പേരാണ് ഹോക്ക് അല്ലെങ്കിൽ HAWK അല്ലെ. എന്താണ്? ഹോസ്റ്റലൈസ് ആക്ടിവിറ്റി വാച്ച് കേണൽ എന്നാണ് അതിന് പറയുന്നത്. ഒരുപക്ഷെ ഹോക്ക് എന്ന് പറയുന്ന ഒരു പക്ഷിയുമായി റിലേറ്റ് ചെയ്ത് അവർ നൽകിയ പേര് ആയിരിക്കണം എന്നുള്ളതാണ്. യെസ്, ഹോക്ക് എന്ന് പറയുന്നൊരു പദ്ധതിയാണ് ആരംഭിച്ചു? കേരളം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യത്തിലൂടെ പ്രവേശിക്കുന്നു. അടുത്ത ചോദ്യം എന്താ? വനമേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങളിൽ കേരളത്തിലെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ശുദ്ധവായു സൂചികയിൽ ഒന്നാമതെത്തിയ പക്ഷി സങ്കേതം ഏത് എന്നുള്ളതാണ്. അങ്ങനെതാ ഒരു വനമേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഇൻഡെക്സില്, എങ്ങനെയാണ് ശുദ്ധവായു ഇൻഡെക്സില് ഒന്നാമതെത്തിയിരിക്കുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലെന്ന് ചോദിച്ചാൽ ഏത് ജില്ലയിലാണ്? എറണാകുളം അല്ലെ. എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനത്തിൽ കേരളത്തിലെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ശുദ്ധവായു സൂചികയിൽ ഒന്നാമതെത്തിയ പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. അപ്പൊ തട്ടേക്കാട് പക്ഷി സങ്കേതം പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ശുദ്ധവായു കിട്ടും എന്നുള്ളതാണ്. നിലവിൽ ആരാണ് വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് നമുക്കറിയാം അല്ലെ. ഷിബു ബേബി ജോൺ ആണ്. വനം ആര് കൈകാര്യം ചെയ്യുന്ന ചോദിച്ചാൽ ആരാണ്? ഷിബു ബേബി ജോൺ കൈകാര്യം ചെയ്യുന്നു. നോക്കി വെച്ചോണേ അതൊക്കെ ഒന്ന്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 2026 ജൂണിൽ ഷിഗില്ല മരണം റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏത് എന്നുള്ളതാണ്. ഇപ്പൊ മഴക്കാലങ്ങളൊക്കെയാണ്, രോഗങ്ങളൊക്കെ അല്ലെ. ഷിഗില്ല വന്നു, ഇപ്പൊ നിപ്പ വന്നിരിക്കുന്നു. അങ്ങനെ ഷിഗില്ല മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേരളത്തിലെ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കോഴിക്കോട് ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തു. നിലവിൽ കേരളത്തിലെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? K മുരളീധരനാണ്. ആരോഗ്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? K മുരളീധരനാണ്. എന്ത് കൈകാര്യം ചെയ്യുന്നു? ആരോഗ്യം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? K മുരളീധരനാണ്. അടുത്ത ചോദ്യത്തിലൂടെ നാം എല്ലാം പ്രവേശിക്കാം. നോക്കൂ, സഹകരണ സംഘങ്ങൾ, ബാങ്കുകൾ എന്നിവയിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശിക ആയവർക്കായി കേരള സർക്കാർ പ്രഖ്യാപിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി എന്ത് എന്നുള്ളതാണ് അല്ലെ. സഹകരണ സംഘം, ബാങ്കിൽ നിന്നൊക്കെ പണമൊക്കെ വായ്പയെടുത്ത് അല്ലെ ഒരുപാട് കുടിശ്ശിക ആയവർക്കായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ച ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി അറിയപ്പെടുന്ന പേര് ആശ്വാസ് എന്നാണ്. ആശ്വാസ് 2026. അപ്പൊ സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിലാണ് ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നിലവിൽ ആരാണ് കേരളത്തിൽ സംസ്ഥാനത്ത് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി? M ലിജു അല്ലെ. M ലിജു ആണ് സംസ്ഥാനത്ത് സഹകരണ വകുപ്പ് ആര് കൈകാര്യം ചെയ്യുന്ന ചോദിച്ചാൽ ആരാണ്? M ലിജു ആണ് കൈകാര്യം ചെയ്യുന്നത്. ആരാണ്? M ലിജു ആണ്. അടുത്ത ചോദ്യത്തിലൂടെ നാം എല്ലാം പ്രവേശിക്കുന്നു. വീണ്ടും ഒരു പദ്ധതിയാണ്. കേരളത്തിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സുകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി എന്ത് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, ഇപ്പൊ ഈ ഗവൺമെന്റ് നിലവിൽ വരികയാണെങ്കിൽ ഇവര് അവരുടെ ഒരു പ്രകടന പത്രികയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു അല്ലെ, സ്ത്രീകൾക്ക് സൗജന്യ KSRTC ബസ് യാത്ര അനുവദിക്കും എന്നുള്ളതാണ്. അങ്ങനെ കേരളത്തിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സുകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ചോദിച്ചാൽ പ്രിയദർശിനി എന്നുള്ളതാണ്. ആ പദ്ധതിയൊക്കെ എന്ത് ചെയ്യുന്നു നോക്കി വെച്ചോളുക. ഇനി വരും നമുക്ക് 10th പ്രിലിംസിനൊക്കെ നമുക്ക് ഈ വക പദ്ധതികളൊക്കെ എന്ത് ചെയ്യാം? PSC ചോദിക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യം നമ്മുടെ എറണാകുളത്ത് കാലടിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കേരളത്തിലെ ആകെ നിശാശലഭ വൈവിധ്യങ്ങളിൽ 16.39% കണ്ടെത്തിയതിനെ തുടർന്ന് നിശാശലഭ ക്യാമ്പസ് എന്ന സവിശേഷണത്തിന് അർഹമായ കേരളത്തിലെ സർവകലാശാല ഏത് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുന്നു.
കേരളത്തിലെ ആകെ നിശാശലഭ വൈവിധ്യത്തിന്റെ 16.39% കണ്ടെത്തിയതിനെ തുടർന്ന് നിശാശലഭ ക്യാമ്പസ് എന്ന വിശേഷണത്തിന് അർഹമായ കേരളത്തിലെ സർവകലാശാല എന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയിലെ കാലടിയിലുള്ള ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെ, NRC. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് NRC നടപ്പിലാക്കിയിരിക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് അസമാണ്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ട് NRC നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഏതാണ്? അസം സംസ്ഥാനമാണ്. നോക്കി വെച്ചോളുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് NRC നടപ്പിലാക്കിയിരിക്കുന്നു. അസം സംസ്ഥാനമല്ല, ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്ന മൂന്നാമത്തെ ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് അസമാണ്. ഈ അസം സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇതൊക്കെ ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ എന്താ? അപ്പോൾ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അസമാണ്. ഇനി മറ്റൊരു സംസ്ഥാനത്തിന് ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നതാണ്. നോക്കൂ, സ്വീഡനിലെ ബെസ്റ്റാഡില് കറ്റ് ബെർഗ്ഫോർഡ് ഫൗണ്ടേഷൻ നൽകിയ 2026 ഫുഡ് പ്ലാനറ്റ് പ്രൈസ് നേടിയത് എന്ത് എന്നുള്ളതാണ്. അങ്ങനെ സ്വീഡനിലെ ബെസ്റ്റാഡിൽ കറ്റ് ബെർഗ്ഫോർഡ് ഫൗണ്ടേഷൻ നൽകിയിരിക്കുന്ന 2026 ഫുഡ് പ്ലാനറ്റ് പ്രൈസ് നേടിയത് ആന്ധ്രാപ്രദേശ് കമ്മ്യൂണിറ്റി മാനേജ് നാച്ചുറൽ ഫാമിംഗ് ആണ്. ആന്ധ്രാപ്രദേശ് കമ്മ്യൂണിറ്റി മാനേജ് നാച്ചുറൽ ഫാമിങ്ങിന് അങ്ങനെ ഒരു പുരസ്കാരമൊക്കെ ലഭിച്ചു. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ വക ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് നോട്ട് ചെയ്ത് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം പിടിച്ചോ. 2026 ജൂണിൽ ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് വേദിയായ നഗരം ഏത് എന്നുള്ളതാണ് അല്ലെ. നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ? 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനം വേദി പഠിച്ചു പൂനെയിൽ, ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം 2026 ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് വേദിയായ നഗരം ചോദിക്കുകയാണെങ്കിൽ അത് ഇൻഡോർ ആണ്. മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് വേദിയായിരിക്കുന്നു. ഇനി വരുന്ന പ്രധാനപ്പെട്ട ബ്രിക്സുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വീക്കിലി നമുക്കിത് പഠിച്ചു പോകാം. ശേഷം നമുക്ക് അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യേണ്ടതാണ്. വേദി ഉറപ്പായിട്ടും VSC ചോദിക്കും, യാതൊരു സംശയം വേണ്ട. അപ്പൊ 26 ജൂണിൽ ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് വേദി എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് ഇൻഡോർ ആണ്. വളരെ ഇൻഡോർ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യാചകരഹിത നഗരം കൂടിയാണ് അല്ലെ. യാചകരഹിത നഗരം കൂടിയാണ് ഇൻഡോർ. അതും കൂടി എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ദേ പോകുന്നു നമ്മൾ അടുത്ത ചോദ്യം. ഒരു നല്ലൊരു ചോദ്യമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള ഏറ്റവും നീളമേറിയ സിംഗിൾ ട്യൂബ് ബൈ ഡയറക്ഷണൽ റോഡ് ടണലായി വരുന്നത് ഏത് എന്നുള്ളതാണ് അല്ലെ. ഈ കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടണൽ ആയിരിക്കും നമ്മുടെ സോജില ടണൽ. അങ്ങനെ സോജില ടണൽ ഇന്ത്യയിലെ അല്ല, ഏഷ്യയിലെ അല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശത്തുള്ള ഏറ്റവും നീളമേറിയ സിംഗിൾ ട്യൂബ് ബൈ ഡയറക്ഷണൽ റോഡ് ടണലായി നിലയിൽ വരുന്നു. സോജില ടണൽ 13.5 കിലോമീറ്റർ ആണ്. നമുക്കറിയാം സോജില ടണൽ ബന്ധിപ്പിക്കുന്നത് ജമ്മുവിനെയും എവിടെയും ലഡാക്കിനെയും ബന്ധിപ്പിച്ചു പോകുന്നു സോജില ടണൽ. വന്നതിന് ശേഷം നിങ്ങൾ അതുവഴിയൊക്കെ യാത്രയൊക്കെ ചെയ്യുക. വളരെ നല്ല ടണലായിരിക്കും. യാത്രയൊക്കെ ചെയ്യുക. ജമ്മുവിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും മുന്നോട്ടുള്ള യാത്രകളൊക്കെ വളരെ സുഗമമായിട്ട് ചെയ്യുവാൻ വേണ്ടിയായിരിക്കും കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയിലൊക്കെ കൊണ്ടുവരുന്നു. അപ്പൊ എന്ത് ചെയ്യുക, സോജില ടണൽ ഒന്ന് നോക്കി വെച്ചോളുക. അടുത്തൊരു ചോദ്യം ഇതാ. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ വ്യക്തി ആര് എന്നുള്ളതാണ് അല്ലെ. നിലവിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 മെയ് മാസം 26 ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ അധികാരം ഏറ്റതു മുതൽ 2026 ജൂൺ 10 അദ്ദേഹം 4399 ദിവസങ്ങൾ തുടർച്ചയായി സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയായി അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോഴും അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ മുൻ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 4398 ദിവസങ്ങളായിരുന്നു. അതിന് ആര് റെക്കോർഡ് ബ്രേക്ക് ചെയ്തു? നരേന്ദ്രമോദി ബ്രേക്ക് ചെയ്തു. ജൂൺ 10 അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇത് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇനി നമ്മളോട് ചോദിക്കാം, സ്വതന്ത്ര ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്നുള്ള റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് നരേന്ദ്രമോദി. എത്ര ദിവസം എന്ന് ചോദിക്കുകയാണെങ്കിൽ 4399 ദിവസങ്ങളാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ.
സെൻസസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്കറിയാം 2027 നമ്മൾ സെൻസസ് നടക്കുന്നു എങ്കിലും 2026 നമ്മൾ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് ഇവിടങ്ങളിലെല്ലാം, ജമ്മു, ലഡാക്കിലൊക്കെ നമ്മൾ 2026 സെൻസസ് ആരംഭിക്കുന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു വരികയാണ്. അപ്പൊ കേരളം ഉൾപ്പെടെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം 2027 സെൻസസ് നടക്കും. ഓക്കെ, എന്നാൽ ഈ സെൻസസുമായി ബന്ധപ്പെട്ട് ആദ്യ നടപടി തുടങ്ങുകയാണ്. 2026 ജൂൺ 16 മുതൽ 2 ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ ഓൺലൈനായി നൽകാൻ കഴിയുന്ന ആദ്യഘട്ട പ്രക്രിയ അറിയപ്പെടുന്ന പേര് സെൽഫ് എന്യൂമറേഷൻ എന്നുള്ളതാണ്. ഓക്കെ, സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ സെൻസസിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യഘട്ട വിവരങ്ങൾ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താമെന്നാണ് നൽകിയിരിക്കുന്നു. അടുത്തൊരു ചോദ്യം എന്താ നോക്കിക്കോ. ഇന്ത്യയിലെ 7ാമത്തെ പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രം നിലവിൽ വന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ അങ്ങനെ 7ാമത്തെ പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രം വരുന്നത് ജമ്മു കാശ്മീരിലാണ്, അല്ലെ? നമുക്കറിയാം ജമ്മു കാശ്മീർ, ലഡാക്ക്, തൊട്ടടുത്ത് കിടക്കുന്ന ഹിമാചൽ പ്രദേശ്, അല്ലെ? കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കേസുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ, അല്ലെ? അതൊക്കെ ഇതിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രം ഇവിടെ കൊണ്ടുവരുന്നു, ജമ്മു കാശ്മീരിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളേ. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് റോഡ് അപകടവുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? ക്വസ്റ്റ്യൻ നോക്കി. അപകടത്തിന് ശേഷമുള്ള ആദ്യ മണിക്കൂർ, അതായത് അടിയന്തര വൈദ്യ ചികിത്സ ഏറ്റവും ഫലപ്രദമാവുന്ന നിർണായകമായിരിക്കുന്ന സുവർണ മണിക്കൂർ സമയത്ത് റോഡ് അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്ത കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് രഘ്വീർ പദ്ധതി, അല്ലെ? ഇപ്പം ചിലയിടങ്ങളിലൊക്കെ റോഡ് അപകടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കും പലരും എടുക്കാനൊക്കെ മടിക്കുന്നതായിട്ട് നമ്മളിങ്ങനെ തോന്നും, അല്ലെ? ചിലരൊക്കെ ആണെങ്കിൽ റോഡ് അപകടം കണ്ടു കഴിഞ്ഞാൽ ഈ ഫോണിലേക്ക് എന്ത് ചെയ്യുക, അതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നതായിരിക്കും, അല്ലെ? ചിലർക്ക് പോകണമെന്നുണ്ട്, അല്ലെ? എന്ത് ചെയ്യണം എന്നുള്ളൊരു നമ്മളൊന്നും ചെയ്യണ്ട. പെട്ടെന്ന് നമ്മൾ ഒരു മൈൻഡിൽ നമ്മളൊരു പവർ അങ്ങ് കയറ്റുക, പോവുക, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? പലരും അതിന് മടിക്കും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി കൊണ്ടിരിക്കുന്ന രഘ്വീർ പദ്ധതിയാണ്. ഒന്ന് നോക്കി വെച്ചോളുക. ആ പദ്ധതി എന്താണ്? രഘ്വീർ പദ്ധതിയാണ്. ഒരു നിയമനമാണ്. ലോകബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ ഇന്ത്യക്കാരൻ ആര് എന്നുള്ളതാണ്, അല്ലെ? നമുക്കറിയാം നമ്മുടെ ലോകബാങ്കിലെ നിലവിലെ ചെയർമാൻ അല്ലെങ്കിൽ ലോകബാങ്ക് നിലവിലെ പ്രസിഡന്റ് ഒരു ഇന്ത്യക്കാരനാണ്, അല്ലെ? അദ്ദേഹം അജയ് ബംഗയാണ്, അല്ലെ? അപ്പോ ഇപ്പോഴത്തെ ലോകബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഒരു ഇന്ത്യക്കാരൻ വന്നിരിക്കുന്നു. നീലകണ്ഠ് മിശ്ര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നീലകണ്ഠ് മിശ്ര എന്നുള്ളതാണ്. ഈ ലോകബാങ്കിലൊക്കെ നമ്മൾ ഇന്ത്യക്കാരൊക്കെ എന്ത് ചെയ്യാണ്? നിയമിതനായി വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യങ്ങളൊക്കെയാണ്, അല്ലെ? അപ്പൊ ഇവിടെ ആരാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ? നോക്കണേ, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ലോകബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആണെന്ന് ചോദിച്ചാൽ നീലകണ്ഠ മിശ്ര എന്നുള്ളതാണ്. നോക്കി വെച്ചോളുക. അടുത്ത ചോദ്യത്തിലോട്ട് പ്രവേശിക്കുന്നു. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്ന്, ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നമ്മളെ സംബന്ധിച്ച് PS വേണമെങ്കിൽ ചോദിക്കാം. ജൂൺ 7 നമ്മൾ ഏത് ദിനമായിട്ട് ആചരിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായിട്ട് നമ്മൾ ആചരിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്നാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനമെന്ന് ചോദിക്കുകയാണെങ്കിൽ ജൂൺ 7-ാം തീയതിയാണ്. 2026 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ തീം ചോദിക്കുകയാണെങ്കിൽ ഫ്രം ബർഡൻ ടു സൊല്യൂഷൻ, സേഫ് ഫുഡ് എവരിവെയർ എന്നുള്ളതാണ്, അല്ലെ? ഭാരത്തിൽ നിന്നും പരിഹാരങ്ങളിലേക്ക് എല്ലായിടത്തും സുരക്ഷിതമായ ഭക്ഷണം എന്നുള്ളതാണ് 2026 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ തീം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാമെന്ന് നോക്കി വെച്ചോളുക. എന്നാണ് നമ്മൾ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്നാണ്? ജൂൺ 7-ആണ്. അതേപോലെ നമുക്ക് പ്രധാനമാണ് ജൂൺ 8, അല്ലെ? ജൂൺ 8 നമുക്ക് ലോക സമുദ്ര ദിനമാണ്, അല്ലെ? എന്നാണ് ലോക സമുദ്ര ദിനം എന്ന് ചോദിക്കുകയാണെങ്കിൽ ജൂൺ മാസം 8-ാം തീയതിയാണ് ലോക സമുദ്ര ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. 2026 ജൂൺ 8 ലോക സമുദ്ര ദിനത്തിന്റെ തീം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്ട്രോങ് മെറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഫോർ അവർ ബ്ലൂ പ്ലാനറ്റ് എന്നുള്ളതാണ്. തീമൊക്കെ ഒന്ന് നോക്കി വെച്ചോളുക. സ്ട്രോങ് മെറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഫോർ അവർ ബ്ലൂ പ്ലാനറ്റ് എന്നുള്ളതാണ് 2026 ലോക സമുദ്ര ദിനത്തിന്റെ തീം. ഇതേപോലെ നമ്മൾ നോക്കി വെച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ദിനമാണ് ലോക ബാലവേല വിരുദ്ധ ദിനം, അല്ലെ? ബാലവേലയൊക്കെ നമ്മൾ ഇവിടെ ഒക്കെ പല രാജ്യങ്ങളിലും ബാലവേലയൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. എന്നാണ് ലോക ബാലവേല വിരുദ്ധ ദിനം എന്ന് ചോദിക്കുകയാണെങ്കിൽ ജൂൺ മാസം 12-ാം തീയതി നമ്മൾ ലോക ബാലവേല വിരുദ്ധ ദിനമായിട്ട് എന്ത് ചെയ്യാണ്? ആചരിക്കുന്നു.
അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് മെല്ലെ പ്രവേശിക്കാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാ. 2027 ജാനുവരി 1 മുതൽ, അതായത് അടുത്ത വർഷം 1 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ശക്തമായ സമിതി എന്നറിയപ്പെടുന്ന സുരക്ഷാ കൗൺസിലിലേക്ക് താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. അങ്ങനെ 1-2 രാജ്യങ്ങൾ ഈ 2026 താൽക്കാലിക സ്ഥാനത്ത് നിന്ന് മാറുകയാണ്. തിരിച്ച് 2027 ജാനുവരി മാസം 1-ാം തീയതി കുറച്ച് രാജ്യങ്ങൾ അവിടെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലേക്ക് എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കുന്നു. ഏതൊക്കെയാണ് രാജ്യങ്ങൾ നമുക്ക് നോക്കാം. ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ നമ്മളോട് ചോദിക്കും. ആ രാജ്യങ്ങൾ ഇതാണ്. 1 സിംബാബ്വെ, ഓസ്ട്രിയ, കിർഗിസ്ഥാൻ, പോർച്ചുഗൽ, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്ന ഒറ്റ രാജ്യമാണ്. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യമാണ്, അല്ലെ? ആ രാജ്യം ഉൾപ്പെടെ എന്ത് ചെയ്യുന്നു, യുഎന്റെ സുരക്ഷാ കൗൺസിലിലേക്ക് താൽക്കാലികമായി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. താൽക്കാലികമായി 2027 ജാനുവരി 1 മുതൽ തിരഞ്ഞെടുത്ത രാജ്യങ്ങളാണ്. അടുത്ത നോക്കിയോ, നമുക്ക് അടുത്ത വിദേശവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള മൂലകങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ഭാരം കുറഞ്ഞ എക്സ്റേ ദൂരദർശിനി വികസിപ്പിച്ചെടുത്ത സർവകലാശാല ഏത് എന്നുള്ളതാണ്, അല്ലെ? ഇന്ത്യയെ സംബന്ധിച്ചായിരുന്നാലും മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചായിരുന്നാലും ജാക്സയെ സംബന്ധിച്ചായിരുന്നാലും നാസയെ സംബന്ധിച്ചാലും, അല്ലെ, യൂറോപ്യൻ സ്പേസ് ഏജൻസിയെ സംബന്ധിച്ചാലും ചന്ദ്രനിൽ പോയി നമ്മളെ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതിന് ഏറ്റവും വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ടോക്കിയോ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി ഒരു എക്സ്റേ കണ്ടുപിടിച്ചിരിക്കുന്നു. ആ എക്സ്റേയുടെ പ്രത്യേകത ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള മൂലകങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് ഏറ്റവും ഭാരം കുറഞ്ഞ എക്സ്റേ ആയിട്ട് എന്ത് ചെയ്യണം അവർ ഉപയോഗിക്കുന്നു. അങ്ങനെ ഇത് വികസിപ്പിച്ചെടുത്ത ഏതാണ് സർവകലാശാല എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് ടോക്കിയോ മെട്രോപൊളിറ്റൻ യാണ്. നോക്കി വെച്ചോളുക, ടോക്കിയോ മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നു, അങ്ങനെ ഭാരം കുറഞ്ഞ ഒരു എക്സ്റേ വികസിപ്പിച്ചു എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം തീരുമാനിച്ചിരിക്കുന്നു, ISRO. ഇന്ത്യയുടെ ബഹിരാകാശ മനുഷ്യ ദൗത്യത്തിന് കരുത്തേകുമെന്ന് തദ്ദേശീയമായി നമ്മൾ അന്ന് നിർമ്മിച്ച ഏത് റോക്കറ്റിന്റെ നിർമ്മാണവും വിക്ഷേപണവും ആണ് സ്വകാര്യ കമ്പനിക്ക് കൈമാറാൻ ISRO തീരുമാനിച്ചു, അല്ലെ? ISROയെ സംബന്ധിച്ച് ഏറ്റവും കരുത്തുറ്റ റോക്കറ്റിൽ ഒന്നാണ് LBM-3, അല്ലെങ്കിൽ നമ്മൾ അതിന് നൽകുന്ന പേരാണ് ബാഹുബലി. ചന്ദ്രയാനും ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന റോക്കറ്റും കൂടിയാണ് LBM, അല്ലെ? സോ അതിന് എന്ത് ചെയ്യാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വകാര്യ കമ്പനിക്ക് കൈമാറുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിന് കരുത്തേകുന്ന തദ്ദേശീയമായി നിർമ്മിച്ച ഏത് റോക്കറ്റിന്റെ നിർമ്മാണവും വിക്ഷേപണവുമാണ് സ്വകാര്യ കമ്പനിക്ക് ISRO അത് കൈമാറാൻ തീരുമാനിച്ചു എന്ന് ചോദിച്ചാൽ അത് ബാഹുബലി അല്ലെങ്കിൽ LBM-3 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാ. ആർട്ടിമിസ് 2 കഴിഞ്ഞു. ആർട്ടിമിസ് 3 അവർ നാസ തുടങ്ങുന്നു. ആർട്ടിമിസ് 3 ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി നാസ തിരഞ്ഞെടുത്ത 4 അംഗ ദൗത്യ സംഘങ്ങളെ അവർ എന്ത് ചെയ്യാണ് നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? ആർട്ടിമിസ് 3 കഴിഞ്ഞിരിക്കുന്നു. ആർട്ടിമിസ് 2 കഴിഞ്ഞു, 3 വന്നിരിക്കുന്നു. അതിൽ 4 അംഗ ദൗത്യ സംഘം വന്നിരിക്കുന്നു. ആരൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പോകാം. 2027 ഇവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. ഇപ്പൊ തുടങ്ങി കാണും. ഒരു വിക്ഷേപണ കാര്യങ്ങളൊക്കെ 2027 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് റാൻഡി ബ്രസ്നിക് എന്ന് പറഞ്ഞ വ്യക്തിയാണ് മിഷൻ കമാൻഡർ ആയിട്ട് വന്നിരിക്കുന്നു. റാൻഡി ബ്രസ്നിക്. ഫ്രാങ്ക് റൂബിയോ മറ്റൊരു വ്യക്തി, ഫ്രാങ്ക് റൂബിയോ. ലൂക്ക പെർമിറ്റാനോ മറ്റൊരു വ്യക്തിയാണ്, ലൂക്ക പെർമിറ്റാനോ, അല്ലെ? മറ്റൊരു വ്യക്തി ആങ്ഡേ ഡെക്ലസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് മറ്റൊരു വ്യക്തി. അങ്ങനെ 4 പേരാണ്. നോക്കൂ, ആങ്ഡേ ഡെക്ലസ്, ലുക്ക പെർമിറ്റാനോ, ഫ്രാങ്ക് റൂബിയോ, റാൻഡി ബ്രസ്നിക് എന്നിവരാണ്, അല്ലെ? നല്ല പേരുകൾ പഠിച്ചെടുക്കാൻ നമുക്ക് ഇച്ചിരി പാടുണ്ടായിരിക്കും. നമുക്ക് ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യാം, ഇത് സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു പോകാം എന്നുള്ളതാണ്. അപ്പൊ ആർട്ടിമിസ് 3 ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി നാസ തിരഞ്ഞെടുത്ത 4 അംഗ ദൗത്യ സംഘങ്ങളാണ്. ഒന്ന് നോക്കി വെച്ചോളുക, ആർട്ടിമിസ് 3. നമ്മൾ ഇപ്രാവശ്യമെല്ലാം പലരും വാർത്തയിലൊക്കെ കണ്ട ഒരു പ്രധാനപ്പെട്ട നമ്മളെ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെ? 2026 ജൂണിൽ ഫിലിപ്പീൻസിലെ പ്രധാനപ്പെട്ട ഭൂകമ്പം, അല്ലെ? 2026 ജൂണിൽ ഭൂകമ്പ തീവ്രത 7.8 രേഖപ്പെടുത്തിയ ഫിലിപ്പീൻസ് ദ്വീപാണ് മിൻഡാനോവേ എന്ന് പറയുന്ന ദ്വീപ്. മിൻഡാനോവേ എന്ന് പറയുന്ന ഒരു ദ്വീപിൽ നമ്മൾ ഭൂകമ്പം, അല്ലെ, സുനാമി മുന്നറിയിപ്പ് അവിടെ കൊടുത്തായിരുന്നു. ഭൂകമ്പം സംഭവിക്കുന്നു, 7.8 അവിടെ രേഖപ്പെടുത്തുന്നു.
ഫിലിപ്പൈൻസ് എല്ലാ പ്രദേശങ്ങളിലും ഒട്ടനവധി കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടായിരുന്നു അല്ലെ. നമ്മളിവിടെ ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല, അതിശയമായിരിക്കുന്നു അല്ലെ. പിന്നീട് അടുത്ത് ജപ്പാനിലോട്ട് അതിന്റെ ചെറിയ തീവ്രതയെ കാണിക്കുന്നു അല്ലെ. അപ്പൊ 2026 ജൂണിൽ ഭൂകമ്പ തീവ്രത 7.8 രേഖപ്പെടുത്തിയ ഫിലിപ്പൈൻസ് ദ്വീപ് ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ മിൻഡാനോവേ എന്നുള്ളതാണ്. മിൻഡാനോ ദ്വീപാണ്. അവിടെ തീവ്രത രേഖപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു ചുഴലിക്കാറ്റും കൂടി എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കണം. 2026 ജൂണിൽ ഫിലിപ്പൈൻസിനെ ബാധിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റിന് നൽകിയ പേര് ചോദിക്കുകയാണെങ്കിൽ TD എസ്റ്റർ എന്നാണ്. TD എസ്റ്റർ. TD എസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ ഡിപ്രഷൻ എസ്റ്റർ എന്നാണ് പറയുന്നത്. TD എസ്റ്റർ. എസ്റ്റർ ഒക്കെ ചുഴലിക്കാറ്റിന്റെ പേര്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാവുന്ന നോട്ട് ചെയ്ത് വെച്ചോളുക. TD എസ്റ്റർ എന്നാണ് അതിന്റെ പേര്. TD എസ്റ്റർ എന്നാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലൂടെ നാം മെല്ലെ പ്രവേശിക്കുന്നു. വീണ്ടും യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇസ്രായേലിനെതിരെ ഇറാൻ സൈനിക നടപടി 2006 ജൂണിൽ ആരംഭിച്ചപ്പോൾ അതിന് നൽകിയ ഓപ്പറേഷൻ. അപ്പൊ 2026 അല്ലെ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക ഓപ്പറേഷൻ എന്ത് എന്നുള്ളതാണ്. 2026 ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ സൈനിക ഓപ്പറേഷൻ, ജൂണിൽ ആരംഭിച്ച ഓപ്പറേഷൻ എന്ത് എന്ന് ചോദിക്കാൻ ഓപ്പറേഷൻ നസർ എന്നുള്ളതാണ്. ഓപ്പറേഷനൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചോളുക. എപ്പിക് ഫ്യൂറി ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. എപ്പിക് ഫ്യൂറി അല്ലെ, അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചോളുക. ഓപ്പറേഷൻസ് ഒക്കെ PS ചോദിക്കുന്ന ഒരു ഓപ്പറേഷൻസ് ആണ്, ഒന്ന് നോക്കി വെച്ചോളണേ. അടുത്ത ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇപ്രാവശ്യം 3 നാവികരെ നഷ്ടപ്പെട്ടു അല്ലെ. ഒരു വലിയൊരു ഒരു സംഭവമായിരുന്നു നമുക്ക് ഇപ്രാവശ്യം 2026 ജൂണില് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഈ പസഫിക് സമുദ്രത്തിലെ അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ യുദ്ധവുമായി നമുക്ക് നേരിടേണ്ടി വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെ. 2026 ജൂണിൽ ഇറാനിയൻ തുറമുഖങ്ങളിലെ അമേരിക്കൻ ഉപരോധം മറികടക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ അമേരിക്ക ആക്രമിച്ച ഇന്ത്യൻ കപ്പലുകൾ ഏതൊക്കെയെന്നാണ്. 3 പ്രധാനപ്പെട്ട ഇന്ത്യൻ കപ്പലുകളെ അമേരിക്ക ഈ കഴിഞ്ഞ ആഴ്ച ആക്രമിച്ചു. ആ കപ്പലുകളാണ്, ഒന്ന് സെറ്റബെല്ലോ എന്ന് പറഞ്ഞ ഒരു കപ്പൽ, മറ്റൊന്ന് ജൽവീർ എന്ന് പറഞ്ഞ ഒരു കപ്പൽ, മറ്റൊന്ന് മാരിവെക്സ് എന്ന് പറഞ്ഞൊരു കപ്പലിനെ ആക്രമിച്ചു അല്ലെ. ജൽവീർ എന്ന് പറഞ്ഞൊരു കപ്പലിനെ ആക്രമിച്ചു. ജൽവീർ കപ്പലിലെ അല്ലെ നാവികരൊക്കെ പ്രധാനപ്പെട്ട 3 പേരൊക്കെ മരണങ്ങളൊക്കെ സംഭവിച്ചതാണ്. അപ്പൊ ഈ 3 കപ്പൽ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചോളുക എന്നുള്ളതാണ്. അമേരിക്ക ആക്രമിച്ചു. അമേരിക്ക അല്ലെ പനാമ പതാകയുള്ള കപ്പലുകളായിരുന്നു, ഇന്ത്യൻ കപ്പലുകളായിരുന്നു. സോ അമേരിക്ക ആക്രമിച്ചു. ഉത്തരവാദിത്തം അമേരിക്ക തന്നെ ഏറ്റെടുത്തു എന്നുള്ളതായിരുന്നു. 3 കപ്പലുകൾ എന്ത് ചെയ്യും, ഒന്ന് നോക്കി വെച്ചോളുക. അതിലൊന്ന് സെറ്റബെല്ലോ എന്ന് പറഞ്ഞൊരു കപ്പൽ, മറ്റൊന്ന് ജൽവീർ ഒന്ന് നോക്കി വെച്ചോളുക. മറ്റത് മാരിവെക്സ് എന്ന് പറഞ്ഞൊരു കപ്പലാണ്. മാരിവെക്സ് ഒന്ന് നോക്കി വെച്ചോളുക. ചോദ്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയിൽ നടന്ന പ്രധാന ചോദ്യങ്ങളാണ്. സ്പോർട്സുമായി 2026 ഫോർമുല 1 മൊണോക്കോ ഗ്രാൻഡ് പ്രീ വിജയി ആര് എന്നുള്ളതാണ്. 2026 ഫോർമുല 1 മൊണോക്കോ ഗ്രാൻഡ് പ്രീ വിജയി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ കിമി ആന്റനെല്ലി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. കിമി ആന്റനെല്ലി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇറ്റലിക്കാരനാണ്. വളരെ 19 വയസ്സേ ഉള്ളൂ. ഫോർമുല 1 മൊണോക്കോ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും കൂടിയാണ് കിമി ആന്റനെല്ലി എന്ന് പറഞ്ഞൊരു വ്യക്തി. ആ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തിയും കൂടിയാണ് കിമി ആന്റനെല്ലി. നോക്കി വെച്ചോളുക. ഡിഗ്രി ലെവനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നോക്കിക്കോ, മറ്റൊരു പ്രായം കുറഞ്ഞൊരു വ്യക്തി അല്ലെ. ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി. നമുക്കറിയാം 2026 19ാമത് IPL-ലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒട്ടനവധി കാര്യങ്ങളാണ് വൈഭവ് സൂര്യവംശിയുമായി നമ്മൾ ബന്ധപ്പെട്ട് പഠിച്ചത് അല്ലെ. IPL-ലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി 2026 19ാമത് IPL ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടുന്ന താരം കൂടിയാണ് ഇദ്ദേഹമായിരുന്നത്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായിരുന്നു ഇദ്ദേഹം. കൂടുതൽ സ്ട്രൈക്ക് റേറ്റ്, ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, ഏറ്റവും കൂടുതൽ 6, ഇതെല്ലാം വൈഭവ് സൂര്യവംശിയാണ്. അങ്ങനെ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിൽ ഇടം നേടുന്നു. അപ്പോൾ ആരുടെ റെക്കോർഡ് മറികടക്കുന്നു? നമ്മുടെ ഇതിഹാസം സച്ചിന്റെ റെക്കോർഡ് മറികടക്കുകയാണ് അല്ലെ.
ഇന്ത്യൻ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ 37 വർഷം മുമ്പ് സ്ഥാപിച്ച റെക്കോർഡ് ഇതോടെ പഴങ്കഥയായിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാലും നമ്മുടെ സച്ചിൻ തന്നെയാണ്. വൈഭവ് സൂര്യവംശി അല്ലെ, ബീഹാർ സ്വദേശിയായിരിക്കുന്ന വൈഭവ് സൂര്യവംശി ആ റെക്കോർഡ് മറികടന്നു. പഠിച്ചു വെച്ചോ, ചോദിക്കും. ഇനി നമുക്ക് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടല്ല, നമുക്കിനി ടെന്നീസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയ വ്യക്തി ആര് എന്നുള്ളതാണ്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയിരിക്കുന്ന വ്യക്തി അലക്സാണ്ടർ സ്വരേവും, ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയിരിക്കുന്ന വ്യക്തി മിറ ആൻഡ്രീവയുമാണ്. ഫ്രഞ്ച് ഓപ്പൺ കഴിഞ്ഞിരിക്കുന്നു. പുരുഷ സിംഗിൾസ് ആര് നേടി? നമ്മുടെ അലക്സാണ്ടർ സ്വരേവ് അല്ലെ, ജർമ്മനിക്കാരനായിരിക്കുന്ന അലക്സാണ്ടർ സ്വരേവ് പുരുഷ സിംഗിൾസും റഷ്യക്കാരിയായിരിക്കുന്ന നമ്മുടെ മിറ ആൻഡ്രീവ വനിതാ സിംഗിൾസും നേടിയിരിക്കുന്നു. നോക്കി വെച്ചോളുക, ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ആര് നേടി? അലക്സാണ്ടർ സ്വരേവും. വനിതാ സിംഗിൾസ് ആര് നേടി? മിറ ആൻഡ്രീവയുമാണ്. ക്രിക്കറ്റുമായ ഒരു ചോദ്യമാണ്. 2026 ജൂണിൽ ഏത് രാജ്യത്തിനെതിരെയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യ തങ്ങളുടെ ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കി എന്നുള്ളതാണ് അല്ലെ. ഇന്നിങ്സിന്റെയും ഒപ്പം 300 റൺസിന്റെയും വിജയമായിരുന്നു 2026 ജൂണിൽ ടെസ്റ്റിൽ നമ്മൾ ഏത് രാജ്യത്തിനെതിരെ നമ്മൾ സ്വന്തമാക്കി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു. ഇന്ത്യയിൽ വെച്ച് നടന്ന ഗെയിംസിൽ അഫ്ഗാനിസ്ഥാനെതിരെ നമ്മൾ ഇന്നിങ്സിന്റെയും 300 റൺസിന്റെയും വിജയം നമ്മൾ സ്വന്തമാക്കിയപ്പോൾ അല്ലെ, നമ്മൾ ഏകദേശം 90 പരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു റെക്കോർഡ്സിനെ നമ്മൾ തിരുത്തി എന്നുള്ളതായിരുന്നു. അങ്ങനെ 2026 ജൂണിൽ ഏത് രാജ്യത്തിനെതിരെയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യ തങ്ങളുടെ ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അഫ്ഗാനിസ്ഥാനെതിരെയാണ്. നിലവിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ അത് ശുഭ്മാൻ ഗില്ലാണ്. ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരാണ്? ശുഭ്മാൻ ഗില്ലാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ട് മലയാളികളുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഒരു ചോദ്യമാണ്. ഇന്ത്യൻ വനിതാ റഗ്ബി ടീമിൽ എത്തുന്ന ആദ്യ മലയാളി ആരെന്നാണ്. നോക്കി വെച്ചോളുക. ഇന്ത്യൻ വനിതാ റഗ്ബി ടീമിലെത്തുന്ന ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് KP ആതിരയാണ് അല്ലെ. KP ആതിര ആദ്യമായിട്ട് നമ്മളെ ഒരു ഇന്ത്യൻ ടീമിൽ റഗ്ബി ടീമിലെത്തുന്ന ആദ്യ മലയാളി ആയിരിക്കുന്നു KP ആതിര. KP ആതിര ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് റഗ്ബി ആണ്. അതും നോക്കി വെച്ചോളുക. അങ്ങനെ ഇന്ത്യയുടെ റഗ്ബി ടീമിൽ ഒരു മലയാളി വനിത അംഗമായിരിക്കുന്നു. തീർച്ചയായിട്ടും ചോദിക്കാം. കാര്യം ക്രിക്കറ്റ് ടീമിൽ അംഗമായപ്പോ മിന്നുമണിയൊക്കെ ചോദിച്ചതാണ്. നോക്കി വെച്ചോളുക ചോദ്യങ്ങൾ. KP ആതിര പഠിച്ചു വെച്ചോളുക. അടുത്ത ചോദ്യത്തിലൂടെ നമ്മൾ പ്രവേശിക്കുന്നു അല്ലെ. ഫുട്ബോൾ മാമാങ്കം ആരംഭിച്ചിരിക്കുകയാണ്. 2026 ഫിഫ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം അല്ലെ. അങ്ങനെ ഉദ്ഘാടന മത്സരം നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. 2026 ഫിഫ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് മെക്സിക്കോയാണ്. ഇപ്രാവശ്യം നമുക്കറിയാം 3 രാജ്യങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നു അല്ലെ. അമേരിക്ക, മെക്സിക്കോ, കാനഡ. അങ്ങനെ 3 രാജ്യങ്ങളിൽ നടക്കുന്നു. അതിൽ മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിലായിരുന്നു ആദ്യ മത്സരത്തിൽ ആര് ജയിച്ചു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒന്ന് കമന്റ് ചെയ്യുക. ആദ്യ മത്സരത്തിൽ ആര് ജയിച്ചു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒന്ന് കമന്റ് ചെയ്യുക. ഫുട്ബോൾ ആരംഭിച്ചിരിക്കുന്ന പിള്ളേരെ, ഒപ്പം നിങ്ങൾ ഏതാണ് ടീം എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. മലയാളികളെ സംബന്ധിച്ച് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ ഒരു വിയോഗം തന്നെയാണ് എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ പ്രിയപ്പെട്ട ഹാസ്യ നടനായിരിക്കുന്ന സലീം കുമാർ അന്തരിച്ചിരിക്കുന്നു. 2026 ജൂൺ മാസം 6-ാം തീയതിയാണ് അദ്ദേഹം അന്തരിച്ചു. അപ്പൊ 2026 ജൂൺ 6-ന് അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ താരമാരെന്ന് ചോദിച്ചാൽ ആരാണ്? സലീം കുമാറാണ്. അദ്ദേഹത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടുന്ന മലയാളികൾ ഒരു വ്യക്തി സലീം കുമാറാണ്. ഏതാണ് ചിത്രം? ആദാമിന്റെ മകൻ അബു. നോക്കി വെച്ചോളേ. ആദാമിന്റെ മകൻ അബു എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നു 2010. അദ്ദേഹം മരിച്ച ഡേറ്റ് എന്ത് ചെയ്യും ഒന്ന് നോക്കി വെച്ചോളുക എന്നുള്ളതാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം ഓക്കെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക.
ഇനി നോട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ട്രിക്ടൈൻ്റെ ചാനലിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മളറിയാമല്ലോ, നമ്മൾ LD ബാച്ച് ആരംഭിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ, നമ്മൾ LGS ബാച്ച് വരാൻ പോകുന്നു. ഒപ്പം എന്താ, നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ബാച്ച് തുടങ്ങാൻ പോകുന്നു. LP UP ബാച്ചുകൾ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീക്കിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓൾ ദ ബെസ്റ്റ്. ടാറ്റ, ടിറ്റി, ടുറ്റു. താങ്ക് യു.